മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവിൻ്റെയാണ് കളിക്കുന്നത്. നമ്മളൊരു പുതിയ സീരീസാണ് കേട്ടോ മൈൻക്രാഫ്റ്റിൻ്റെത്. സർവൈവിൻ്റെയാണ് കേട്ടോ. അത് നമുക്കിവിടെ ഒരു കേവുണ്ട് കേട്ടോ. നമ്മൾ സ്പോണായ സ്ഥലത്ത് കുറച്ച് സ്നോ ഉണ്ട്. സ്നോ കൈ വെച്ച് പൊളിച്ചാൽ കിട്ടുമോ? ഇതെന്ത്? കൈ കിട്ടത്തില്ല. ഇതിപ്പം മൈൻക്രാഫ്റ്റല്ലേ. മൈൻക്രാഫ്റ്റ് ആദ്യം ചെയ്യേണ്ടത് എന്തുവാണ്? വുഡ് പൊളിക്കൽ. നമുക്ക് വുഡൊക്കെ അങ്ങോട്ട് പൊളിച്ചെടുക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട പണി വുഡ് പൊളിക്കലാണ്. വുഡൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പൊളിച്ചെടുക്കണം. ഇത് വെള്ളമരമാണ്. പിന്നെ നമുക്ക് കട്ടിൽ വേണം. യാത്ര കഴിക്കാൻ അത് പ്രശ്നമാണ്. കട്ടിലുണ്ടെങ്കിൽ എന്തായാലും മേലത്തെ ഇലയും കൂടി പൊട്ടിച്ചളഞ്ഞ് കുറച്ച് ഇല അങ്ങ് പൊട്ടിക്കാം. മരത്തിൻ്റെ തൈ ഇട്ടു. മരമില്ലാത്ത സ്ഥലത്തൊക്കെ പോയാലേ ഒരു മരം നട്ടുപിടിപ്പിക്കാം. എന്തായാലും നമുക്ക് ഒരു 3 മരം കിട്ടി. എന്തായാലും നമുക്ക് ഇച്ചിരി പ്ലൈവുഡ് ഉണ്ടാക്കാം. കുറച്ച് സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം വേണം. അതുണ്ടാക്കി അത് വെച്ചു. അത് വെച്ചിട്ട് ആദ്യം ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. പിന്നെ നമുക്ക് സ്റ്റോണും എല്ലാം പൊളിക്കണം. സ്റ്റോണൊക്കെ പൊളിക്കാൻ വേണ്ടി വുഡ് പിക്കാക്സ് എടുക്കാം. ഇനി നമുക്ക് മരമൊക്കെ വെട്ടാൻ വേണ്ടി ഒരു വുഡ് കട്ട് ചെയ്യാനും കൂടി മറ്റേ വുഡിൻ്റെയും കൂടി എടുക്കാം. ഫുഡും വേണം. പിന്നെ നമുക്ക് സർവൈവ് ചെയ്യാൻ ഫുഡില്ലെങ്കിൽ സർവൈവിങ് ഇമ്പോസിബിളാണ്. വേറൊരുത്തനും കൂടി കുഞ്ഞുണ്ടല്ലോ. ഞാൻ കുഞ്ഞിന് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ കുഞ്ഞൊറ്റയ്ക്ക് ജീവിച്ച പോലെ പറ്റുമോ കുഞ്ഞിന്? അതുകൊണ്ട് കൊല്ലാം. ഒറ്റയ്ക്ക് ജീവിച്ച പോലെ പറ്റിയാല. ഇനി നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോൺ കടലാണ് ഇവിടെ. അപ്പോൾ നമുക്ക് സ്റ്റോണ് ഒരിക്കലും ക്ഷാമം വരത്തില്ല. സ്റ്റോൺ ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റോൺ കടലായതുകൊണ്ട് കുറച്ച് സ്റ്റോണൊക്കെ ഒപ്പിച്ചിട്ട് സ്റ്റോൺ പിക്കാക്സും സ്റ്റോൺ സ്ക്വാഡൊക്കെ ആക്കണം. വുഡൊക്കെ നമ്മൾക്ക് മതിയാക്കണം. മരം വെട്ടാൻ പാടില്ല ഒരുപാട്. അപ്പം നമ്മൾ ഇച്ചിരി വുഡൊക്കെ വെട്ടുന്നത് കുറയ്ക്കും. അപ്പം ഗൈസ്, ഈ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ സ്റ്റോൺ മൊത്തമൊന്നും വേണ്ട. ഇത്രയൊക്കെ എടുക്കാൻ നിന്നാൽ നമ്മളെ നട്ടലിളകും. പിന്നെ നമ്മളാണെങ്കിൽ ഒരുവിധം ഒരു ഷേപ്പാക്കി അങ്ങ് ഇടാം. നമുക്ക് ഈ അറ്റമൊക്കെ ഒന്ന് ഷേപ്പാക്കി കുറച്ച് സ്റ്റോണും എടുത്ത് അത്യാവശ്യത്തിനുള്ള സ്റ്റോൺ മാത്രമേ നമ്മൾ കരുതുന്നുള്ളൂ. ഒരുപാടൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യാനാണ്. അറ്റമൊക്കെ നമ്മളൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അറ്റമൊക്കെ ഷേപ്പാക്കുന്നുണ്ട്. ഇതെന്തുവാ? ഇതെന്തൊരു സാധനം? ഇതെന്തുവാ? പിന്നെ ഇതുപോലെ അത്യാവശ്യം വരുമോ? എന്തൊക്കെയൊക്കെ ഇത് വെച്ച് എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ എടുത്തേക്കാം. പിന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്കിത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോണും കിട്ടി. നമ്മൾക്കിനിയിപ്പോൾ ഒരു 2 മരവും കൂടി വെട്ടിയിട്ട് പോവാം. പയ്യെ നമുക്ക് ചെന്നിട്ട് അതിനെ അങ്ങ് വെട്ടാം. ഇത് വെച്ച് സഞ്ചി ഉണ്ടാക്കാം. പിന്നെ കുതിരയുടെ പുറത്ത് പോകുന്നത് ഒക്കെ ഉണ്ടാക്കാം. ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ. കേവിൽ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക്. നമ്മളതിൽ അത്യാവശ്യത്തിന് സാധനങ്ങളൊന്നുമില്ല. കേവിൽ ഇറങ്ങിയാലും അവിടെ നിന്ന് നമുക്ക് കുറച്ച് അയം വേണം. അയം പിക്കാക്സ് ഉണ്ടാക്കാൻ. ഈ ഡയമണ്ടൊക്കെ കിട്ടിയാൽ എടുക്കണ്ടേ. വുഡൊക്കെ കുറച്ച് എടുത്ത് വെക്കാം. വുഡ് ഇച്ചിരി കയ്യിലെടുത്ത് വെച്ചേക്കാം. ആടെ ഇനി വേറൊരു ഗ്രേ ആട് പോന്നു. എനിക്ക് തോന്നുന്നു വൈറ്റ് ആടുകളാണെന്ന് തോന്നുന്നു കൂടുതലുള്ളത്. ചെമ്മരി ആടും പിന്നെ ഈ ഏരിയയിലുണ്ട് ഒരുപാട്. അപ്പം നമുക്ക് ഒരുപാട് വുഡ് കിട്ടുമെന്ന് തോന്നുന്നു. വുഡൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. കേസ് ഈ മരത്തിൻ്റെ ലീഫ് ഇനി എന്തിന്? ഒരു മരത്തിൻ്റെയും കൂടി പകുതി മതിയായി. ഇനിയിപ്പോൾ അങ്ങ് വെട്ടായത്. നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കണം. വല്ലോ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫുഡിനുള്ളതൊക്കെ ഒപ്പിക്കണ്ടേ. നമുക്ക് പിന്നെ മറ്റേ വേവിക്കുന്ന മറ്റേ സാധനമൊന്നുമില്ല. ഇത് ഫ്രൂട്ട്സ് വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക് പിച്ച് തിന്നാം. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റോൺ വെച്ച് ഉണ്ടാക്കാം. കൽക്കരിയും കൂടി വേണം ഇച്ചിരി. ഈ ഫെദർ കൊണ്ട് എന്തുവാ ഗുണമെന്നറിയാൻ വയ്യ. ഫെദർ കൊണ്ട് എന്താ ഗുണമെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിപ്പോൾ ഈ സ്നോ ഉള്ള സ്ഥലത്തോട്ട് പോകാം. വല്ല വില്ലേജ് തിരക്കണം.
എന്താ ഗൈസ്, നമ്മൾ മഞ്ഞ് പൊതഞ്ഞു പോയല്ലോ. എന്താ മഞ്ഞൊക്കെ പൊതയുന്ന നമ്മളെ? എനിക്ക് തോന്നുന്നു അവിടെ മഞ്ഞ്, തീ എത്തുന്ന മഞ്ഞിൽ. സോംബി എവിടെ നിന്ന് ഇറങ്ങി വന്നതിപ്പം? ഇത്ര കണ്ടില്ലായിരുന്നു. എന്തായാലും നമുക്കിനിയിപ്പം മേളിലോട്ട് പോകുന്ന പരിപാടികളാണ്. പോകുന്നവർ ഈ കറുത്തൊരു മരവും കൂടി വെട്ടിയ നീളമുള്ളൊരു മരം വെട്ടിയിട്ട് പോവുക. പകുതി വെട്ടി വെക്കാം. അതാകുമ്പോൾ തിരിച്ച് ഈ വരി തന്നെ വരുവാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഈ പകുതി മരം വെട്ടിയെന്ന്. ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്കിച്ചിരി അങ്ങോട്ടേക്ക് പോകാം. അവിടെ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. വീണ്ടും ഫ്രീസ് ആവുന്നുണ്ട് ഈ ചില സ്ഥലത്ത്. എനിക്ക് ഈ മഞ്ഞുള്ള സ്ഥലമൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ മഞ്ഞുള്ള സ്ഥലത്തൂടി കയറി പോവാം. പച്ചപ്പുള്ള സ്ഥലത്തൂടി കയറി പോകാൻ കുറച്ച് സാധനങ്ങളെ മൈനിങ് ചെയ്യാം. മുയിലിനെ കൊന്ന് ഇറച്ചി കിട്ടുമായിരിക്കും അല്ലേ? അയൺ നമ്മൾ അയനാശാൻ ഇവിടെ നിൽക്കുന്നു. നമുക്ക് അയൺ ഉണ്ടാക്കണമെങ്കിൽ അയൺ പിക്കാറ്റ്സ് വേണം. നമ്മളിപ്പോൾ ആദ്യം തന്നെ അയൺ പിക്കാറ്റ്സ് ഉണ്ടാക്കണം. അയൺ പിക്കാറ്റ്സ് അല്ലല്ലേ, സ്റ്റോൺ പിക്കാറ്റ്സ്. തെറ്റിപ്പോയി. സ്റ്റോൺ പിക്കാറ്റ്സ് വേണം. അയൺ നമുക്ക് മൈനിങ് ചെയ്യാൻ. നമ്മൾ സ്റ്റോൺ പിക്കാറ്റ്സ് ഉണ്ടാക്കി നമ്മൾ അയൺ അകത്തോട്ട് ഒരയണൊന്നും ആയിരിക്കത്തില്ല, അകത്ത് കാണും അയൺ. അയൺ അകത്തുണ്ട്, ഇച്ചിരി ഉണ്ട്. കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അയൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു വീടുണ്ടാക്കാമായിരുന്നു. മുയിലിന് അനങ്ങാതെ നിന്ന് വിട്ട. അതിൻ്റെ അകത്തുനിന്നും കിട്ടും നമുക്ക് ഫുഡ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ താമസിക്കണം. ഇതെന്തുവാ? നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കാടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പുറത്തും കാട് കാണും കേട്ടോ. നമുക്കെന്തായാലും അപ്പുറത്ത് കാടുണ്ടോ എന്ന് നോക്കാം. അപ്പുറത്ത് മഞ്ഞാണെന്ന് തോന്നുന്നു. ഇത് കുത്തുവോ? കൊമ്പുണ്ടല്ലേ, കുത്തട്ടില്ല. അങ്ങ് വെത്താം. ഇനിയിപ്പം സ്ക്വാഡ് എടുത്തു. യെസ്, ഒന്നും കിട്ടത്തില്ല ഗേസ്. അവിടെ വലിയൊരു കൊടും കാട്. എനിക്ക് തോന്നുന്നു ആ കാട്ടിൽ കൂടി പോയാൽ ചിലപ്പോൾ വിച്ചിൻ്റെ വീടൊക്കെ കാണും. നമുക്ക് മൈനിങ് ചെയ്യാൻ കുറച്ച് അയണുമുണ്ട്. അതെന്തുവാ, മറ്റേ കത്തിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ വുഡിൻ്റെ പിക്കാറ്റ്സ് വെച്ചിട്ട് ഇതൊക്കെ എടുക്കാം. ഇത് കുറച്ച് ഒരുപാടുണ്ട്, എന്നാൽ സമയം എടുക്കും ഗൈസ് ഈ വുഡിൻ്റെ എടുത്താൽ. ഈ വുഡിൻ്റെ അത് ഈ കൽക്കരിയാന്ന് തോന്നുന്നു. ഇതെന്താന്നാലും ഈ കറുപ്പ് സാധനം, അതിനെ നമുക്കൊന്ന് നോക്കണേ. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ എടുത്തു നോക്കി എനിക്ക് പേരറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നാൽ നമുക്കിപ്പോൾ ഇതൊക്കെ മൈനിങ് ചെയ്തിട്ട് പോകാം. അയൺ പിക്കാറ്റ്സ് എന്തായാലും അത്യാവശ്യം കയ്യിൽ ഒരെണ്ണവും കൂടി ഉണ്ടാക്കണം. ഈ ഡയമണ്ടും ഗോൾഡും പിന്നെ മറ്റേ ബ്ലഡിൻ്റെ മറ്റേ ചുമന്ന സാധനം ഉണ്ടല്ലോ, അതിനും വേണ്ടേ അയൺ. ഇച്ചിരി ഇനി മൈനിങ് ചെയ്യാൻ അയണും കൂടി ഇച്ചിരി വേണം. അയൺ നമുക്കിവിടെ ക്യാമ്പ് അടിച്ചാലോ? ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. കുറച്ചധികം താരയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ സൽക്കാരം ടെൻറ്റ് ഗൈസ് യാത്രയാകുന്നുണ്ട്. ഒരു കട്ടിലുമില്ല കയ്യിൽ. നമുക്ക് ടോർച്ച്, മറ്റേ കമ്പുണ്ടല്ലേ, എൻ്റെ പേര് ടോർച്ച് എന്നാന്ന് തോന്നുന്നു, അത് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതും ഉണ്ടാക്കി കുത്തി വെച്ചിട്ട് നമുക്ക് രാവിലെ ആവുന്നവർ കാത്തിരിക്കാനേ വഴിയുള്ളൂ. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും നമുക്കിത് ഉണ്ടാക്കും. തിരി ഉണ്ടാക്കും.
നമുക്കുണ്ടല്ലോ ഒരു പ്രേതം വരാതിരിക്കാൻ വേണ്ടി ഇവിടല്ല ഇവിടെ വെച്ചാൽ ഇവിടെ വെക്കണം കൃത്യം. നമുക്ക് കുറച്ച് ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്, ഒരു പൂടയും കൂടി വേണം. എന്തായാലും നമുക്ക് ഇവിടെ മേളിൽ കൽക്കരി ഉണ്ട്, അതും എടുക്കണം. പിന്നെ മറ്റേ വെളിച്ചം കണ്ട ആ സാധനം, ടോർച്ച് ആ സാധനം ഉണ്ടാക്കണം. 4 എണ്ണം ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്യാവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. 4 തന്നെ ഇപ്പം അധികമാണെന്ന് തോന്നുന്നു, കുത്താനൊന്നും സ്ഥലമില്ല. നമുക്ക് മേളിൽ കൂടി സാധനങ്ങൾ എടുക്കാം. പിന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ബൈ ബൈ.